ഇപ്പോൾ TR അനിൽകുമാർ കൂടി ചേരുന്നുണ്ട്. അനിൽകുമാർ, താങ്കളൊരു ജനപ്രതിനിധിയാണ്. ജനങ്ങൾക്ക് നല്ലത് വരട്ടെ എന്നുള്ളൊരു ചിന്തയുടെ പുറത്താണ് താങ്കളും ഇതിന്റെ ഭാഗമായത് എന്നുള്ളത് നമുക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ഇപ്പോൾ നമ്മളോട് ഒരുപാട് ജനങ്ങൾ പ്രതികരിച്ചു നേരത്തെ. അപ്പോൾ അവരെല്ലാം പറയുന്നത് നിരവധി പേർക്ക് വാഹനങ്ങൾ കിട്ടിയിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾ കിട്ടിയവരും പ്രതികരിച്ചിട്ടുണ്ട്, കിട്ടിയവരുമുണ്ട്, പക്ഷെ അവരുടെയൊക്കെ പരിചയക്കാർക്ക് കുറെ പേർക്ക് ഇനി കിട്ടാനുണ്ട്. അപ്പോൾ കുറെ പേര് ഈ തട്ടിപ്പിനിരയായിട്ടുള്ള എന്നുള്ളതാണ്. അപ്പോൾ താങ്കളുടെ പരിചയത്തിൽ ഇനി എത്ര പേർക്ക് ഇത്തരത്തിൽ വാഹനം കിട്ടാനുണ്ട്, ഇത്തരത്തിൽ അല്ലെങ്കിൽ ഫർണിച്ചറുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഭക്ഷ്യക്കിറ്റുകൾ അങ്ങനെയൊക്കെ കിട്ടാനായി ഇനി എത്ര പേരുണ്ട്? താങ്കളുടെ അറിവിൽ കിട്ടിയവരായിട്ടുള്ള എത്ര പേരുണ്ട്? എൻ്റെ പഞ്ചായത്തിൽ 180ഓളം പേർക്ക് തയ്യൽ മെഷീൻ കൊടുത്തിട്ടുണ്ട്, 50ഓളം പേർക്ക് ലാപ്ടോപ്പ് കൊടുത്തിട്ടുണ്ട്. ഈ ഓണ സമയത്ത് ഞാൻ ഈ നിരന്തരം വിഷയമുണ്ടാക്കിയപ്പോൾ ലേറ്റായപ്പോൾ ഞാൻ നിരന്തരം വിളിച്ചപ്പോൾ ഈ ഓണ സമയത്ത് 25ഓളം പേർക്ക് സ്കൂട്ടർ നൽകുകയുണ്ടായി. ബാക്കിയാണ് ഇനി കൊടുക്കാനുള്ളത്. ബാക്കി പഞ്ചായത്തിലെത്തിയിട്ടുള്ള ഏകദേശം പേർക്ക് എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞു. അതൊരു ആശ്വാസമാണ്. കാരണം അതിന് ശേഷം ഈ DP ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഈ കാട്ടായിക്കുണത്ത് ആരംഭിച്ച ഒരുവാമൂലയിൽ ആരംഭിച്ച സ്ഥാപനത്തിലൂടെ കൊടുത്തവർക്കാണെങ്കിൽ കൂടുതൽ കൊടുക്കാനുള്ളത്. എങ്കിലും പഞ്ചായത്ത് ഏകദേശം ഒരു 15ഓളം പേർക്ക് ഇതുവരെ നേരിട്ട് എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. ഞാൻ അവരുടെ അടുത്ത് പോത്തങ്കോട് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കാനും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് എൻ്റെ കയ്യിൽ രാവിലെ മുതൽ 8ഓളം പേര് എൻ്റെ അടുത്തേക്ക് ഇന്ന് വന്നിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്തിൻ്റെ മെമ്പർക്കുൾപ്പെടെ നടപടികളുമായി മുന്നോട്ട് പോവുക എന്നതാണ് ഇനി പൈസ കിട്ടാനുള്ളവരുടെയൊക്കെ മുമ്പിലുള്ള വഴി. അല്ലെങ്കിൽ ഇപ്പോൾ ചില സംഘടനകൾ പറയുന്നത് ഞങ്ങൾ എന്തായാലും 20ആം തീയതിക്കുള്ളിൽ തരുമെന്നൊക്കെ ചില വാക്കിൽ വിശ്വസിച്ചിരിക്കുന്നവരുമുണ്ട്. ഇനി ആ വാക്കും തെറ്റിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർക്കും പോലീസിനെ ചിലരൊക്കെ പണം തിരിച്ചു രാധാകൃഷ്ണന്റെ സൊസൈറ്റിയിലൊക്കെ പണം തിരികെ കൊടുക്കുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടു. ഇപ്പൊ എന്താണ് തുടർ നടപടികൾ, എങ്ങനെ മുൻപോട്ട് ഇവർ പോകുന്നുള്ള കാര്യമൊക്കെ വരും വഴിയിൽ നമുക്ക് അറിയേണ്ടതാണ്.